കോട്ടയത്തേക്ക് പോവുകയാണ്. അവിടെ പാട്ട് പാടാൻ അറിയാവുന്ന ടോബി ജോൺസൺ. ടോബി ജോൺസൺ പാട്ട് പാടും. ടോബി ചേട്ടനോട് പാലുള്ളി വിതറുന്നേ തിളങ്ങും പാൽച്ചിരി വിരിയുന്ന ഇനി ഓരോ പൂവും പുഞ്ചിരി തൂക്കും നേരമായി മണ്ണിൽ. മനോഹരമായി പാടി തുടങ്ങും ടോബി. ആ പാട്. ഓക്കെ ആഷ്മി, നമുക്ക് ഞാൻ പാടണോ? അതിന് നല്ല പിള്ളേർ പാടുന്നല്ലേ? ഓക്കെ, ഒരു പാട്ട് പാടോ എല്ലാരും കൂടി? പുതിയ പാട്ട് ഒരു പാട്ട് പാടാ. എങ്ങനെയുണ്ട് ഇത്തവണ? എങ്ങനെ ഇനി തകർക്കോ ഈ വർഷം? പ്ലാൻ എന്നൊക്കെ പഠിക്കാൻ എന്നൊക്കെ എല്ലാം പഠിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടോ? അതോ കളിക്കാനും തീരുമാനിച്ചിട്ടുണ്ടോ? കളിയാ കൂട്ടുകാരെല്ലാരും ഉണ്ടോ കൂട്ടത്തിൽ? ആരെങ്കിലും എത്രാം ക്ലാസ്സുകാരാ? 8 5 ക്ലാസ് വരെയുണ്ടോ? 7 എന്നാ 7ാം ക്ലാസ്സിൽ പ്ലാൻ ഉണ്ടോ? പഠിക്കാൻ തന്നെയാണോ? അടിച്ചു പൊളിക്കുവോ? ഹാഷ്മി, മൊത്തം 810 കുട്ടികളാണ് പുതിയതായിട്ട് 1ാം ക്ലാസ്സിലേക്ക് ചേരാൻ കോട്ടയത്ത് തയ്യാറെടുത്തിട്ടുള്ളത്. എന്നാൽ ഇത് 2 മാസത്തെ അവധി കഴിഞ്ഞ് വന്ന മിടുക്കന്മാരാണ്. അവന്മാർ വീണ്ടും അടിച്ചു പൊളിച്ച് പഠിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതുപോലെ ഒരു ജില്ലാ പ്രവേശനോത്സവം നടക്കുന്ന MD സെമിനാരി സ്കൂളാണ്. നമുക്കിപ്പം ഒരു മിക്കി മൗസ് കൂടിയുണ്ട്. എങ്ങനെ ഇത്തവണ അടിപൊളിയാണോ? ഇത്തവണ ഫുൾ അടിപൊളിയാണ്. ആണോ? നിങ്ങളുടെ സ്കൂളിന്റെ പ്രത്യേകത എന്നൊക്കെയാ? ഞങ്ങളുടെ സ്കൂളിലെ ക്യാമ്പസ്, ടീച്ചർമാര് എല്ലാം അടിപൊളിയാണ്. ടീച്ചർമാരും എല്ലാവരും എല്ലാവരും വഴക്കൊക്കെ പറയുമോ? വഴക്കൊക്കെ പറയുമെങ്കിൽ നല്ല സ്നേഹമാണ്. അതെ, ഓക്കെ, അതാണ്. അപ്പം ടീച്ചർമാര് സ്നേഹമുള്ള ടീച്ചർമാരാണ് MD സ്കൂളിൽ എന്നാണ് പറയുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇവിടേക്ക് എത്തും. അതുപോലെ തന്നെ പുതിയതായിട്ട് ചേരാൻ വന്ന കുട്ടികൾ ഇവിടെയുണ്ട്. അവരെ സ്വീകരിക്കുന്ന അധ്യാപകരുണ്ട്. ചെണ്ടമേളമുണ്ട്. പുതിയതായിട്ട് മോളെ എത്രാം ക്ലാസ്? ഏത് ക്ലാസ്സിലാണ് ചേരുന്നേ? അപ്പൊ ഇവിടെ എന്തിനു വന്ന? ചേട്ടന്റെ പേരെന്നാ? ആണോ? എത്രാം ക്ലാസ്സിലേക്ക് വന്നിരിക്കുന്നത് ചേട്ടൻ? 9ലേക്ക് അല്ലേ? എങ്ങനെയുണ്ട് സ്കൂളിലെ ഈ ആഘോഷങ്ങളൊക്കെ? എങ്ങനെയുണ്ട് ഈ പ്രവേശനോത്സവം? അടിപൊളി സ്കൂളാണ്. അടിപൊളി സ്കൂളാണ്, കുഴപ്പമില്ല, അടിപൊളിയായിട്ട് പോകുന്നത്. പിന്നെ നമ്മള് സ്വപ്നങ്ങൾ കുട്ടികളുടെയാണ്, മാതാപിതാക്കളുടെയും അധ്യാപകരുടെ അല്ല. അതുകൊണ്ട് അങ്ങനെയല്ല ആ ചേട്ടൻ പൊളിച്ചു, ആ രക്ഷകർത്താവ് പൊളിച്ചു. സ്വപ്നങ്ങൾ നമ്മുടെ അല്ല, കുട്ടികളുടെ സ്വപ്നങ്ങളാണ്. നമ്മുടെ സ്വപ്നങ്ങൾ കുട്ടികളുടെ തലയിലോട്ട് കയറ്റി വെക്കാൻ നോക്കരുത് ആരും. ആ ചേട്ടൻ അതിനിടയ്ക്ക് ഉള്ള സമയത്തിൽ ഗംഭീരമായ മെസ്സേജ് പറഞ്ഞു വെച്ചു. ചേട്ടാ സൂപ്പർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.